മനോജ് ഗിന്നസ് എന്ന് പറയുന്ന ഒരു മിമിക്രി കലാകാരന് 10-30 വർഷത്തെ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഇത്രയും ഈ ഒരു മത്സരത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത്രയും കണ്ടതിൽ നിന്നും എന്താണ് മനോജ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. രാവിലെ മുതൽ തുടങ്ങിയ നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഒരുപാട് കലാകാരന്മാരെ പരിചയപ്പെടാൻ സാധിച്ചു. അതിലൊരു സങ്കടമുള്ളത്, നമുക്ക് പരിചയമുള്ള ഒരുപാട് സ്റ്റേജുകൾ കണ്ടിട്ടുള്ള കലാകാരന്മാർക്ക് അവരുദ്ദേശിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ പെർഫോം ചെയ്ത് കയ്യടി മേടിച്ചതെല്ലാം നമ്മൾ പുതിയതായിട്ട് കണ്ട ന്യൂ ജനറേഷനും അതുപോലെ ലേഡീസൊക്കെയാണ്. അതിനൊരു അഭിനന്ദനങ്ങൾ ഞാൻ പറയുകയാണ്. പഴയ കലാകാരന്മാർ എന്തുകൊണ്ട് മുന്നിലേക്ക് കുറച്ചുകൂടെ ആവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് ഈ മനോജിനെ കുറിച്ചൊരു വലിയൊരു പരാതിയുണ്ട്. കാരണം 1989 ഓഗസ്റ്റ് 9-ാം തീയതിയാണ് കൊച്ചിൻ ഗിന്നസ് എന്ന ട്രൂപ്പ് ആരംഭിച്ചത്. ദൂരദർശനിലൊരു പ്രോഗ്രാം നടത്തിക്കൊണ്ട് ട്രൂപ്പ് ആരംഭിച്ചത് ഞാനാണെങ്കിലും കൂടെ സൈനിധിനും ഉണ്ടായിരുന്നു. ആ പേരും കൊണ്ട് പോയത് മനോജാ. ഗിന്നസ് എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും പറയുന്നത് മനോജ് അല്ലേ എന്ന് പറയുന്നത്. അപ്പം അതുപോലൊരു വേറെ സംഭവമുണ്ട്. അയ്യോ, മനോജ് കൂടെ ആയിരുന്നു പാഷാണൻ ഷാജി 7 വർഷം. അവൻ എൻ്റെ ട്രൂപ്പാണ് കൊച്ചിൻ നവോദയ. ആ നവോദയം കൊണ്ട് സാജു നവോദയം പോയി. പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും എന്ന് പറഞ്ഞത്. ആരാണ് പൊട്ടൻ എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ സെക്കൻഡ് പ്രൈസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ആ നെഞ്ചടി ശബ്ദം സെക്കൻഡ് പ്രൈസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 30,000 30,000 രൂപയാണ്. അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അനു ഹെബ്സ് ആണ്. നമ്മുടെ കണ്ണനുണ്ണി, അപ്പുണ്ണി, അനു അവരെയും കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് കം. റൈറ്റൽ നൽകുന്ന മെമന്റോയും ഒപ്പം പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും അതുകൂടാതെ 30,000 രൂപയും ആണ് ലഭിക്കുന്നത്. രണ്ടാം സമ്മാനം. അപ്പോൾ രണ്ടാം സമ്മാനം പറയുകയാണ് ടീം സോൾട്ട് ആൻഡ് പെപ്പർ. ഓക്കെ, തീർച്ചയായിട്ടും. അമ്മേ, അതല്ല, ഞാനൊരു കർഷക തൊഴിലാളിയാണ്. പാടത്ത് പണി ചെയ്തിട്ടാണ് പ്രാക്ടീസ് ചെയ്യാനടക്കം ഞങ്ങൾക്ക് വേദിയില്ല. കറ്റ കടത്തുമ്പോഴും ഒക്കെയാണ്, പണി ചെയ്യുമ്പോഴൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ബാത്റൂമിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങൾക്ക് ഈ അവസരം തന്ന എല്ലാവർക്കും വളരെ വളരെ നന്ദി പറയാണ്. ഇത് സന്തോഷ കണ്ണീരാണ്. ഞങ്ങൾ എല്ലാവരെയും കരയിപ്പിക്കരുത്. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഇത് റൈറ്റൽ രചിച്ച ഒരു സുവർണ നിമിഷമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. കാരണം തീരെ പ്രതീക്ഷിക്കാതെ കഷ്ടപ്പാടുകളിലും മിമിക്രി പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല. അങ്ങനെയാണ് ഇവരുടെ ഈ വിജയം ഇവിടെ നേടാൻ കഴിഞ്ഞത്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. 2 വാക്ക് പറഞ്ഞു. ആദ്യം ഈശ്വരനോട് നന്ദി പറയുന്നു. എനിക്ക് ഇതുപോലൊരു അമ്മയെ ലഭിച്ചതിലും അതുപോലെ എനിക്ക് ഇങ്ങനെ ഒരു മിമിക്രിക്ക് ഇറങ്ങാൻ കാരണം എൻ്റെ മാമനാണ്. മാമൻ്റെ ഇൻസ്പിറേഷൻ കൊണ്ടാണ്. അടുത്തത് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് മാമനാണ്. മാമനോട് നന്ദി പറയുന്നു.
പിന്നെ ഇങ്ങനെ ഒരു വേദി അവസരം ഒരുക്കി തന്ന റൈറ്റൽ ടീമിനോടും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും വളരെ നന്ദി. കയ്യടി പോരാ. മാമന്റെ പേര് സന്തോഷ് പാലക്കാട് എന്നാണ്. അദ്ദേഹം കൊണ്ട് സന്തോഷ് പാലക്കാടിന് ഒരു കയ്യടിയും കൂടി. അപ്പൊ ഇനി അടുത്ത ടീമിനെ നമുക്ക് വിളിക്കാം. ഓക്കെ, ചിരിതാളം എന്നാണ് അടുത്ത ടീമിന്റെ പേര്. കുറെ നാളായി മിമിക്രി നോക്കിയിട്ട്. നമുക്ക് എൻ്റെ നേച്ചർ വോയിസ് ഒന്ന് പഠിച്ചു നോക്കാം. താരങ്ങളുടെ സൗണ്ട് ഒന്ന് പഠിച്ചു നോക്കാം. നെടുമുടി വേണു. എന്താ തന്റെ ചങ്ങാതി ഒരു തോന്നിട്ട് പോയോ? എന്താ അത് ശരിയല്ല. പ്രായമായ പെൺകുട്ടികളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് ഒരു കാര്യമില്ലാതെ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ചുറ്റിത്തിരിയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്താ എടി ഒന്നും ഉണ്ടാണെങ്കിൽ കുറേ നേരം കൊള പറയുന്നത്. ഞാൻ മിമിക്രി പ്രാക്ടീസ് നീ കാണുന്നില്ലേ? കുറേ നേരമായി കോപ്പി. നീ ഒരു കാര്യം ചെയ്യ്. അതെ, അവിടെ ചമ്മന്തര ഉണ്ടാക്ക്. അപ്പോൾ ഞാൻ വരാൻ ചോറിനായിട്ട്. നീ കുറേ നേരമായില്ല. അതെ, ആ ഉണക്കമീൻ എടുക്കുക, കുറച്ച് മാങ്ങ എടുക്കുക, കുറച്ച് തേങ്ങ എടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ച് ചമ്മന്തിയൊക്കെ വെക്കി. അപ്പോൾ ഞാൻ വരാം. ശരി. കലാഭവമണി, ചോട്ട, മുംബൈ. നിങ്ങളിപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും മതറിന് ശത്രുനാഥൻ തന്നെ, പേര് നടേശൻ, സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവോത്തർമാരുടെ ഇടയിൽ ഒരു ചെകുത്താനെങ്കിലും വേണ്ടേ? തനിക്കറിയോ, ഞാൻ വളരെ താഴ്ന്ന നിരയിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയത്. ഇപ്പോൾ പറയാൻ കൊള്ളാവുന്നതും കൊള്ളാത്ത ബിസിനസ്സും ഉണ്ട്. CI മോഹൻദാസിൻ്റെ മിക്കിട്ട് ഇറങ്ങാൻ വന്നപ്പോഴാണ് എനിക്ക് അവനെ കൊല്ലേണ്ടി വന്നേ. അതിനെതിരെ താൻ കോടതിയിൽ സാക്ഷി പറയാൻ പോകണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം കൊല്ലും നിന്നെ ആയിരിക്കും. നിൻ്റെ മരണം കണ്ടും മനസ്സൊന്ന് പിടച്ചു നിൽക്കുമ്പോൾ നിൻ്റെ മകനെ ഞാൻ കൊല്ലും. ഇത് രണ്ടുപ്പികളിൻ്റെ പുറത്ത് കൊച്ചിലെ ലോക്കൽ ഗുണ്ടുകൾ പറയണ വാക്കല്ല. കൊല്ലുന്ന് പറഞ്ഞ നടേശം കൊന്നിരിക്കും. പകൽപൂരം, ബാബു നമ്പൂതിരി. സൂര്യമംഗലത്തെ അവകാശം സ്ഥാപിക്കാൻ മനോഹരമായൊരു നാടകം കളിച്ചു രണ്ടാളും കൂടി. എന്നിട്ടത് പരിസമാപ്തിയിലെത്തിക്കുകയും ചെയ്തു. വേണ്ട, അവനെ ഉണർത്തണ്ട. അവനൊരു തരം ഉന്മാദ ലഹരിയിലാണ്. ഞാൻ ആ പാലിൽ കലക്കിയ ഗൗരവനക്കുരുവിൻ്റെ നീരിന് ഇങ്ങനെയും ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ കഴിയും. വയോവൃദ്ധനായ സൂര്യനമ്പൂതിരിപ്പാട് നിത്യബ്രഹ്മചാരിയായിരുന്നു എന്ന് തോന്നിയിരുന്നെങ്കിൽ നിനക്ക് തെറ്റി. 16ാമത്തെ വയസ്സിൽ കുളത്തിൽ ചത്തുപൊങ്ങിയ നങ്ങേലിയിൽ തുടങ്ങി ഒരുപാട് കഥകളുണ്ട് സൂര്യനമ്പൂതിരിപ്പാടിന് പറയാൻ. പിഷാരടി. വളരെ സന്തോഷം. എന്തായാലും ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെ തന്നു. ഫ്ലേവേഴ്സ് വളരെ സന്തോഷം. ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ധർമ്മജനെ കുറിച്ച് പറയാതെ പോകാറില്ല. പണ്ട് ധർമ്മജനെ ഞാനും കൂടി ഗുരുവായൂർ അമ്പലത്തിലൊന്ന് പോയി. അവിടെ ചെന്നപ്പോൾ ധർമ്മജൻ ഒരു ആഗ്രഹം, ആനയെ ഒന്ന് കാണണമെന്ന്. ധർമ്മജൻ്റെ ആഗ്രഹം സഫലീകരിക്കാനായി ഞങ്ങൾ ആനപ്പന്തിയിൽ കിടന്നു. പെട്ടെന്ന് ധർമ്മജനെ കണ്ടിട്ടാണെന്ന് തോന്നുന്നൊരു കൊമ്പനാന മുന്നോട്ട് വന്നു. പിന്നീടാണ് മനസ്സിലായത് ശർക്കരയുണ്ടയാണെന്ന് കരുതി തിന്നാൻ വന്നതാ പുള്ളിക്കാരൻ. അതെ, ഇനി ഊണ് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം പ്രാക്ടീസ് ചെയ്യാം. എടേ ഉണർത്തച്ചോ, ഞാൻ വരുന്നത്.